ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. ഇത് പെർഫെക്റ്റായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. നെയ്യപ്പം പെർഫെക്റ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മളെ മാവ് കറക്റ്റായിരിക്കണം. അധികം ലൂസും ആവാൻ പാടില്ല, അധികം കട്ടിയും ആവാൻ പാടില്ല. അധികം ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവ് ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കും. അധികം നല്ല തിക്കാണെങ്കിൽ നെയ്യപ്പം ഭയങ്കര ഹാർഡായിരിക്കും. 2 കപ്പ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ഒട്ടും വേണ്ട. ഞാനിത് ശർക്കര പാനിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. 5 ക്യൂബ് ശർക്കര, 1 കപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുന്നത്. ശർക്കരപ്പാനി ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നല്ല ഫൈനാവരുത്, നേരിയൊരു തരി ഉണ്ടായിരിക്കണം. ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തത്. ഈ മാവിലേക്ക് 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്, മിക്സിയിൽ അടിക്കണമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 1/4 കപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പഞ്ചസാര കൂട്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളു കൂടി ചേർത്ത് നമ്മൾ ഇളക്കി കൊടുത്തിന്. 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടതാണ്. ഏകദേശം ഒരു 8 മണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണ്. 8 മണിക്കൂറിന് ശേഷം 7 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. ഈ അളവിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചീനച്ചട്ടി ചൂടാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ല തിളച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളൊരു മാവ് ഒഴിച്ച് ഒരു 9 സെക്കൻഡ് കൊണ്ട് തന്നെ മാവ് ഇതേപോലെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നേരിയ ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. 12 നെയ്യപ്പാണ് എനിക്കിതിന് ചുട്ടെടുക്കാൻ കഴിഞ്ഞത്. 2 കപ്പ് അരി കൊണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.